നമ്മളെല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു കാര്യമാണ് 8 മണിക്ക് ഉറങ്ങിയിട്ടും ഒരു ക്ഷീണം. ഹെൽത്തി ഫുഡ് കഴിക്കാറുണ്ട്, പക്ഷേ ഡൈജഷൻ ആൻഡ് ഗട്ട് ഹെൽത്ത് ശരിയല്ല. ജിമ്മിൽ പോകാറുണ്ട്, പക്ഷേ ഒരു തളർച്ച. നമ്മൾ ഹെൽത്തി ലൈഫ് എന്ന് വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും വലിയ തെറ്റുണ്ടോ? കാരണം ഇന്നത്തെ ഈ ലോകത്ത് ഹെൽത്ത് ഇൻഫോർമേഷൻ കിട്ടുന്നതിൽ ഒരു കുറവുമില്ല. നമ്മുടെ ഈ കോൺവെർസേഷനിൽ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആയുർവേദം പുസ്തകങ്ങൾ മാത്രം പഠിച്ചിട്ടല്ല, അനുഭവിച്ച് പ്രാക്ടീസ് ചെയ്ത ഒരാൾ, സനാതന ഹെർബൽസിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ മിസ്റ്റർ സജി എബ്രഹാം കൊല്ലിത്താനം. വെൽക്കം സർ. ഒരു സിമ്പിൾ ചോദ്യം. നമ്മുടെ ഇക്കാലത്ത് ആളുകൾ ഹെൽത്തി ലൈഫ് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ടയേർഡ്, സ്ട്രെസ് അല്ലെങ്കിൽ സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ആളുകൾക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കുറവായിട്ടല്ല, എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലായതുകൊണ്ടാണ്. ആളുകൾ വീഡിയോ കാണുന്നു, അതിനകത്ത് പറയുന്നു കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കരുതെന്നൊരു വീഡിയോയിൽ പറയുന്നു, അടുത്ത വീഡിയോയിൽ പറയുന്നു കൂടുതൽ ഉപയോഗിക്കണം എന്ന് പറയുന്നു. ആളുകൾ ട്രെൻഡിൻ്റെ പുറകെ പോവുകയാണ്. ഇപ്പോൾ ഈ ട്രെൻഡാണ് ആളുകൾക്ക് വലിയ താല്പര്യം. നമ്മൾ ഈ ഹെൽത്തി ലൈഫ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇൻകംപ്ലീറ്റ് ആണോ? ഇൻകംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇപ്പോൾ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം ട്രെൻഡുകളുടെ പുറകെ പോകുന്ന കാലമാണ്. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഓരോ ശരീരം വ്യത്യസ്തമാണ്, ഭക്ഷണ രീതി വ്യത്യസ്തമാണ്. അവസാനം ആളുകൾ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഭക്ഷണം, എന്ത് ജീവിതശൈലി എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആയുർവേദം എന്ന് കേട്ടാൽ ഇപ്പോഴും പലർക്കും അരിഷ്ടം, കഷായം എന്നൊക്കെയാണ് ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ ആയുർവേദം എന്താണ്? അതൊരു തെറ്റിദ്ധാരണയാണ്. ആയുർവേദം ഒരു മരുന്ന് മാത്രം അല്ല, പറയുന്ന ശാസ്ത്രമല്ല. ആയുർവേദത്തിലെ ഒരു ഭാഗം മാത്രമാണ് മരുന്ന്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എന്ത് ഭക്ഷിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം എന്ന നമ്മുടെ ജീവിതത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജീവിതശൈലിയെ നല്ല ദിശയിലേക്ക് നയിക്കുന്നതിലാണ്. അപ്പോൾ സർ, ഈ ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? നമ്മൾ സാധാരണ ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ്. ആരോഗ്യം അതിനെ കുറച്ചുകൂടെ വിശാലമായിട്ടാണ് കാണുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഉന്മേഷം വേണം, പിന്നെ നല്ല വിശപ്പ് തോന്നണം, പിന്നെ നമ്മൾ കഴിച്ച ആഹാരമൊക്കെ നല്ലപോലെ ദഹിച്ചായിട്ട് തോന്നണം, പിന്നെ നല്ല ഉറക്കം കിട്ടണം, പിന്നെ നല്ല ശാന്തത വേണം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ആരോഗ്യം. എന്ന് പലരും പറയും എനിക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ ഉറക്കക്കുറവ്, ടെൻഷൻ, മലബന്ധം, ക്ഷീണം, ഇവയെല്ലാം ശരീരം എന്തോ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് ആയുർവേദം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ സെയിം ഡയറ്റ് ഒരാൾക്ക് വർക്ക് ചെയ്യുന്നു, മറ്റൊരാൾക്ക് വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഡയറ്റ് കണ്ടാൽ ആളുകൾ അത് പിന്തുടരാറുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അത് ഒരേപോലെ ഗുണം ചെയ്യണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ജീവിതശൈലി, പ്രായം, ജോലി, കാലാവസ്ഥ ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് ആയുർവേദം അത് വർക്കാവില്ല എന്ന് പറയുന്നത്. ഈ വാദം, പിത്തം, കഫം ഇതൊക്കെ ആക്ച്വലി എന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഈ വാദം, പിത്തം, കഫം എന്ന് പറയുന്നത് ഒരു രോഗമല്ല. അതായത് ആയുർവേദത്തിൽ ശരീരത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന 3 ആശയങ്ങളാണ് വാദം, പിത്തം, കഫം എന്ന് പറയുന്നത്. വാദം എന്ന് പറയുന്നത് പ്രധാനമായും ശരീരത്തിലെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പിത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദഹനം, ശരീരത്തിലെ മാറ്റങ്ങൾ, ഊർജ്ജോൽപാദനം എന്നീ ഘടകങ്ങളാണ്. ശരീരത്തിന് സ്ഥിരതയും ബലവും നൽകുന്നതാണ് കഫം. ഇവ 3ഉം ഒരേപോലെ ബാലൻസ് ചെയ്യുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള ശരീരമെന്ന് ആയുർവേദം നമ്മളെ പഠിപ്പിക്കുന്നു. നോർമലി ഇതൊക്കെ ഒരാളുടെ ലൈഫിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ഒരേ ഭക്ഷണം എല്ലാവർക്കും യോജിക്കില്ല എന്ന് പറയുന്നത്. ചിലർക്ക് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ കുഴപ്പമില്ല, ചിലർക്ക് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും, ചിലർക്ക് എരിവുള്ള കഴിച്ചാൽ കുഴപ്പമില്ല, ചിലർക്ക് എരിവുള്ള കഴിച്ചാൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാനാണ് ആയുർവേദ ശരീരപ്രതി എന്ന ആശയം ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഡൈജഷൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ആയുർവേദയിൽ ഡൈജഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലല്ല, ശരീരം അത് എങ്ങനെ ദഹിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രധാനം. നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അത് ശരിയായ രീതിയിൽ ദഹിച്ചില്ലെങ്കിൽ ശരീരത്തിന് അതിൻ്റെ ഗുണം മുഴുവൻ ലഭിക്കുന്നില്ല. അറിയാമല്ലോ ഇപ്പോഴത്തെ ജീവിതശൈലി, അതായത് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, പിന്നെ ടെൻഷൻ, ഇതെല്ലാം കാരണം ശരിയായ ദഹനം നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഫുഡ് മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും 3 തെറ്റുകളാണ്. ഒന്ന്, നമ്മൾ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്. 2, ചവച്ചരയ്ക്കാതെ പെട്ടെന്ന് സ്പീഡിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുക. അതുകൂടാതെ TV കണ്ടുകൊണ്ട്, മൊബൈൽ നോക്കിക്കൊണ്ട് ആഹാരം കഴിക്കുക. പിന്നെ പല സമയത്തും സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ദഹനത്തിന് സമയം കൊടുക്കാതെ വേഗം പോയി കിടന്നുറങ്ങുക. ഇതിനൊക്കെ
ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ടൈമിംഗ് ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണത്. ഓരോ ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശരീരം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുക, വൈകുന്നേരം കഴിക്കുക, ചില സമയത്ത് ഭക്ഷണം ഒഴിവാക്കുക, ചില നേരങ്ങളിൽ ഒഴിവാക്കുക, അതൊക്കെ ആകുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനം അനുസരിച്ച് താളം തെറ്റാൻ തുടങ്ങും. ഏറ്റവും നല്ല കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ശീലം സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഈ ബ്ലോട്ടിംഗ് കോമൺ ആകുന്നത് എന്തുകൊണ്ടാണ്? ഈ ബ്ലോട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന വയറ് വീർത്തിരിക്കുക, ഗ്യാസ് നിറഞ്ഞിരിക്കുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ലേ? അതെ അതെ. അത് ഒരു കാരണമല്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഭക്ഷണ രീതി, പിന്നെ ഭക്ഷണക്രമം, ഭക്ഷണം കഴിക്കുന്ന സമയം, പിന്നെ ടെൻഷൻ, ഉറക്കക്കുറവ്, ഇതൊക്കെ അതിൻ്റെ ഒരു കാരണങ്ങളാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയും പിന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സർ, പലർക്കും പറയാൻ പോലും ഒരു മടിയുള്ളൊരു ഇഷ്യൂ ആണ് പൈൽസ്. അത് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് കൂടുന്നത്? ജീവിതശൈലിക്ക് അതിനൊരു പ്രധാന പങ്കുണ്ട്. അതുകൂടാതെ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുക, വ്യായാമക്കുറവ്, പിന്നെ വെള്ളം കുടി കുറവ്, പിന്നെ മലബന്ധം, പിന്നെ അതുകൂടാതെ നമ്മൾ വളരെ മീറ്റ് കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ തന്നെ ആളുകൾ ഒരു ദിവസം 2 നേരം 3 നേരമൊക്കെ ചിക്കന്, മീറ്റെല്ലാം കഴിക്കാറുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും മാത്രം കഴിച്ചിരുന്ന ആ മീറ്റ് ഇപ്പോൾ ഒരു ദിവസം തന്നെ 2-3 നേരം കഴിക്കാൻ തുടങ്ങി. അതും കരിച്ചതും പൊരിച്ചതും ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ജീവിതശൈലി താളം തെറ്റിക്കുന്നതും ഈ രോഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതും. എന്തൊക്കെ ഏർലി സയൻസ് ആണ് ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നത്? അതായത് ഒന്നാമത് ഈ അസുഖം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് പൈൽസ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ വേദന എടുക്കുക, പിന്നെ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകുക, പിന്നെയും പോകണം തോന്നുക, പിന്നെ കുറേ നേരം ഇരിക്കാൻ തോന്നുക, ഇതൊക്കെ ഈ പൈൽസിൻ്റെ ലക്ഷണങ്ങളാണ്. അതൊക്കെ ശരിക്കും നമ്മൾ അവഗണിക്കുമ്പോഴാണ് ഇത് കൂടുതലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻ എടുക്കണം. ഒന്നെങ്കിൽ ഡോക്ടറെ കാണുക, അല്ല മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് സർജറി ഇല്ലാതെ ലൈഫ് സ്റ്റൈലും ആയുർവേദ ത്രൂ ഒരു റിക്കവറി പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. നമ്മൾ ജീവിതശൈലി കൊണ്ട് വ്യായാമം, ഭക്ഷണ രീതി, വെള്ളം കുടിക്കുക, പിന്നെ മലബന്ധം ഒഴിവാക്കാനുള്ള ഭക്ഷണ ശീലങ്ങൾ വളർത്തിയെടുക്കുക, ആയുർവേദം കൊണ്ടും ഇത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ചിലർക്ക് ചെറുതായിട്ടൊരു കാലാവസ്ഥ മാറുമ്പം തന്നെ ചുമയും ജലദോഷവും അലർജിയും ഒക്കെ വരാറുണ്ട്. ഇതൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി ഇഷ്യൂ ആണോ? എല്ലാവർക്കും ഒരേ കാരണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ജീവിതശൈലിക്ക് തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ആളുകൾ പോയി കൗണ്ടർ മെഡിസിൻ മേടിക്കും, ക്യാപ്സൂള്, ടാബ്ലറ്റൊക്കെ മേടിച്ച് അപ്പം തന്നെ അതിന് പ്രതിവിധി നോക്കും. പക്ഷേ നമുക്ക് സ്വയം കിട്ടേണ്ട ഇമ്മ്യൂണിറ്റിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. ആയുർവേദം ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിക്കാറില്ല. സർ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു കോമൺ ഇഷ്യൂ ആണ് ലോ ഹീമോഗ്ലോബിൻ, അനീമിയ. ഇതിൻ്റെയൊക്കെ റിയൽ ഇമ്പാക്റ്റ് എന്താണ്? ഇത് ശരിക്കും നിസ്സാരമായി കാണേണ്ട ഒരു രോഗമല്ല. ഇത് വന്നു കഴിഞ്ഞാൽ അനീമിയ, വിളറി വെളുത്തിരിക്കുക, ക്ഷീണം, രക്തക്കുറവ്, പിന്നെ മയക്കം, എപ്പോഴും ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ തോന്നുക, ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാതിരിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ട സാധനങ്ങൾ കിട്ടുന്നില്ല. വൈറ്റമിൻ സി, കാൽസ്യം, അയൺ ഇത് കിട്ടുന്നില്ല, പിന്നെ ബ്ലഡിനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല. ഇതൊക്കെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കുറവുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ആയുർവേദത്തിൽ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ട്. ഈ ഗട്ട് ഹെൽത്തിനും സ്കിന്നിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും. ആയുർവേദത്തിൽ ദഹനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണ്ടൊക്കെ ആയുർവേദത്തിൽ ചർമ്മ സംബന്ധമായ രോഗങ്ങൾ വരികയായിരുന്നെങ്കിൽ വൈദ്യന്മാർ വയറിളക്കാനുള്ള മരുന്നായിരുന്നു ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ കാണുന്നില്ല. ആ പ്രവണതയൊക്കെ മാറിയെന്ന് തോന്നുന്നു. ആയുർവേദം വളരെയധികം പുരോഗമിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ ആയുർവേദത്തിൽ ദഹനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹെയർ ഫോൾ ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അതിൻ്റെ റിയൽ കാരണം എന്താണ്? മുടിയെ മാത്രം നോക്കി നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ മാനസിക സമ്മർദ്ദം, പോഷകാഹാരക്കുറവ്, ജീവിതശൈലി, പിന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ, പിന്നെ അതുകൂടാതെ ക്ലോറിൻ വാട്ടർ, അതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഗൾഫിലും നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും പരാതി പറയുന്നത് ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് മുടി പോയി എന്നുള്ളത്. ഇതിനും ആയുർവേദത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ട്. മുടി കൊഴിച്ചിലിൻ്റെ കാരണം ശരീരത്തിനകത്താണെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആയുർവേദയിൽ ഈ നാച്ചുറൽ ഹെർബൽ ഹീലിംഗ് ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മുടെ നാട്ടിൽ തലമുറകളായിട്ട് കൈമാറി വന്ന ഔഷധ കൂട്ടുകൾ, ഔഷധ ഗ്രന്ഥങ്ങൾ, ഔഷധ ചികിത്സാ രീതികൾ, ഇതൊക്കെ ഇപ്പോഴും പിന്തുടർന്ന് പോകുന്നുണ്ട്. ആളുകൾക്ക് ഇത് വലിയ താല്പര്യമാണ് ചെയ്യാൻ. കാരണം ഇതിനൊക്കെ റിസൾട്ട് ഉള്ളതുകൊണ്ടും ഗുണമുള്ളതുകൊണ്ടാണ് ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നത്. ഹെർബൽ എന്നൊരു പേര് എഴുതി വെച്ചുകൊണ്ട് മാത്രം അത് റിസൾട്ട് ഉണ്ടായിക്കോണമെന്നില്ല. അത് നമ്മളെന്ത് ചികിത്സ ചെയ്യുന്നു, ആർക്ക് കൊടുക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കുന്നത്.
ചിലർക്കുള്ള ഒരു ഡൗട്ടാണ് ഹെർബൽ പ്രൊഡക്ട്സിന് ശരിക്കും റിസൾട്ട് ഉണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഗുണനിലവാരം ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്തിനാണ് എന്ന് പ്രധാന കാര്യമാണ്. മൂന്നാമത് ജീവിതശൈലി മാറ്റാതെ ഒരു ഔഷധം മാത്രം ഉപയോഗിച്ച് അത്ഭുതകരമായ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതും നടക്കാത്ത കാര്യമാണ്. ആരോഗ്യം എന്നത് ഒരു പാക്കറ്റിലോ ഒരു കുപ്പിയിലോ മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. സർ, ഈ ഹെർബൽ പ്രൊഡക്ട്സ് വാങ്ങുന്നവർക്കായി ഒരു സിമ്പിൾ അഡ്വൈസ്. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ പരസ്യം കണ്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കരുത്. 100% ക്യൂറാവും, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരും, പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിൽ വീഴരുത്. നല്ല കമ്പനികൾ ഒരിക്കലും മോഹന വാഗ്ദാനങ്ങൾ നൽകാറില്ല. ആരോഗ്യത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വേണം തീരുമാനമെടുക്കുക. ഇന്ന് മാർക്കറ്റിൽ ആയിരക്കണക്കിന് ഹെർബൽ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ആളുകൾ പ്രൊഡക്ട്സ് മാത്രമല്ല നോക്കുന്നത്, അതിൻ്റെ ട്രസ്റ്റ്, ഒത്തൻറ്റിസിറ്റി ഒക്കെയാണ് നോക്കുന്നത്. സോ സർ, സനാതന ഹെർബൽസ് എന്ന് വെച്ചാൽ എന്താണ്? സനാതന ഹെർബൽസ് എന്ന് പറഞ്ഞാൽ 8ഓളം പാറ്റൻറ്റ് പ്രൊഡക്റ്റും 400ഓളം ക്ലാസിക്കൽ പ്രൊഡക്റ്റും അടങ്ങിയ 2 ഡോക്ടേഴ്സും 2 കെമിസ്റ്റും വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ആയുർവേദ കമ്പനിയാണ് സനാതന ഹെർബൽസ്. സനാതന എന്ന പേരിന് പിന്നിലെ മീനിങ് എന്താണ്? സനാതന എന്ന പേരിലെ മീനിങ് ശാശ്വതമായതെന്നാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനും അവരനുഭവിക്കുന്ന അസുഖങ്ങൾക്കും വേദനകൾക്കൊക്കെ ശാശ്വതമായൊരു പരിഹാരം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ പീരീഡ് നമുക്ക് വളരെ സന്തോഷം തോന്നി. സനാതന ഹെർബൽസ് മറ്റുള്ള ബ്രാൻഡിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത്? നമ്മൾ റിസർച്ച് നടത്തി പാറ്റൻ്റ് എടുത്ത് നമ്മൾ കൊണ്ടുവന്ന ഈ പ്രൊഡക്റ്റാണ് അതിനുള്ള മറുപടി. നമ്മുടെ സനാതന ഹെർബൽസിൻ്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അപ്പം നമ്മളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു മരുന്നെടുത്ത് കഴിച്ചിട്ട് അസുഖം മാറ്റുക എന്നുള്ളതല്ല, അതായത് ഡെയിലി റൊട്ടീൻ ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് സനാതന ഹെർബൽസ് ഫ്യൂച്ചറിനെ കാണുന്നത്. നമ്മളിപ്പോൾ ആരോഗ്യത്തിനെ പറ്റി ഒരുപാട് സംസാരിച്ചല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പറ്റുക? ശരീരം തരുന്ന പല ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അതേപോലെ പല രോഗങ്ങൾ വരുന്നതിന് മുമ്പ് പല സൂചനകൾ നമുക്ക് തരും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ്. അതേപോലെ കൃത്യമായ മെഡിക്കൽ പരിശോധനയെ പോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യകരമായ ജീവിതശൈലി. നമ്മൾ രാവിലെ എണീറ്റ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വ്യക്തിപരമായ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ ഉടനെ കഴിയുന്നത് ഫോൺ എടുക്കാതിരിക്കുക, അല്പം ശാന്തമായി ഇരിക്കുക, വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നടക്കുക, പിന്നെ സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസത്തിലേക്ക് കിടക്കുക. ആയുർവേദത്തിൽ ദിനചര്യ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അതെന്താണ്? ദിനചര്യ എന്ന് പറഞ്ഞാൽ ദിവസത്തെ ആരോഗ്യകരമായ ക്രമത്തിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എഴുന്നേൽക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ജോലി ചെയ്യുന്ന രീതി, ഉറക്കം, വിശ്രമം എല്ലാം ഒരു ക്രമത്തിലാക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ആയുർവേദം ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതം മുഴുവനായിട്ട് മാറ്റേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഒറ്റ ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ അതൊരിക്കലും നടക്കാറില്ല. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് മുതൽ 15 മിനിറ്റ് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, 20 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രമിക്കുകയാണ് ചിലപ്പോൾ നടക്കും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അയാൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ നടക്കും, അതിനുശേഷം തിരിച്ചു വന്ന് പാൽക്കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ 1-2 ദിവസം നടന്നു, പിന്നെ നടത്തുന്നൊന്നും പാൽക്കഞ്ഞി ഇപ്പോഴും കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫയർ സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാസ്റ്റിംഗ് നല്ലതാണോ? ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷേ ചില ഡിസീസ് ഉള്ളവർക്ക് അത് പറ്റില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണോ? അത്യാവശ്യമാണെങ്കിൽ കുടിക്കാം, പക്ഷേ കുടിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാനൊക്കെ ഭക്ഷണം കഴിച്ചു 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് വെള്ളം കുടിക്കാറുള്ളത്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, കോൺസ്റ്റിപ്പേഷൻ ഇഗ്നോർ ചെയ്യാവോ? ഇഗ്നോർ ചെയ്യരുത്, അത് പല രോഗത്തിൻ്റെയും ലക്ഷണമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ജലദോഷമൊക്കെ നോർമലാണോ? അത് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സപ്ലിമെൻറ്റ്സ് ഡെയിലി വേണോ? അതായത് omega-3 അങ്ങനെയുള്ള ചില സപ്ലിമെൻ്റൊക്കെ ആളുകൾ ഡെയിലി എടുക്കാറുണ്ട്. പിന്നെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിനും ആയുർവേദത്തിനെ കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഒരു അവയർനെസ് തന്നതിനും സജി സർ താങ്ക് യു. ഇനിയും ഇതുപോലെ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.